നമ്മുടെ നാട്ടിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ജുവലറിയിൽ സെയിൽസ്മാൻമാരുടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഒരു പ്രത്യേക രീതിയിലാണ് നടത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇന്റർവ്യൂ മുറിയിൽ ഒരു പഴയ തരത്തിലുള്ള രണ്ട് തട്ടുകളുള്ള ഒരു ത്രാസ് വെച്ചിട്ടുണ്ട്. ഈ ചങ്ങിലേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത്. പിന്നെ അവിടെ ഒരു ബൗളില് കുറച്ച് രത്നക്കല്ലുകൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഭാരമൊക്കെ അളന്നിട്ടാണ് ഇതിലെ സെയിൽസ്മാനെ തിരഞ്ഞെടുക്കുന്നതെന്നൊക്കെ നേരത്തെ അറിയിപ്പ് വന്നിരുന്നു. അതനുസരിച്ച് ആൾക്കാർ ഇവിടെ സെയിൽസ്മാൻ ജോലിക്കായിട്ട് ചെന്നു. ഇന്റർവ്യൂ മുറിയിൽ എത്തിക്കഴിയുമ്പോൾ അതിന്റെ ഉടമസ്ഥ, ഇന്റർവ്യൂ എടുക്കുന്ന സ്ത്രീ ഈ വന്നവരോട് പറഞ്ഞ കാര്യം, ഇതിൽ 5 ഇന്ദ്രനീല കല്ലുകൾ ഉണ്ടായിരുന്നു, അതിൽ ഒരെണ്ണം മോഷണം പോയി എന്ന് മാത്രമല്ല, ഈ 5 കല്ലുകളിൽ ഒരെണ്ണം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതിന് കുറച്ച് ഭാരക്കുറവും ബാക്കി ഒറിജിനൽ ഇന്ദ്രനീല കല്ലുകളെല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത ഒരേ ഭാരത്തിലുള്ളതുമാണ്. അപ്പോൾ ഇതിൽ നിന്ന് മോഷണം പോയിരിക്കുന്നത് ഇന്ദ്രനീല കല്ല് ഒറിജിനലാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്ന ആളിന് ജോലി തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരൊരു റിഡില് കൂടെ, കടങ്കഥ കൂടെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവിടെ ആയിരിക്കുന്ന ത്രാസില് 2 പ്രാവശ്യം മാത്രമേ ഇതിന്റെ ഭാരം നോക്കാൻ പാടുള്ളൂ. ആ 2 പ്രാവശ്യത്തിനുള്ളിൽ അവിടെ നിന്ന് പോയത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കണം. രമേശ് എന്ന പേരുള്ള ഒരു യുവാവ് ഈ ജോലി അനായാസം നേടിയെടുത്തു. ഈ റെഡില് വിജയിച്ചാണ് അദ്ദേഹം ജോലി നേടിയെടുത്തത്. അതെങ്ങനെയാണ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം ഇപ്പൊ തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. രമേശ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ ത്രാസിലേക്ക് അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള 4 രത്നക്കല്ലുകൾ എടുത്ത് ഈ 2 എണ്ണം വീതം 2 ത്രാസിന്റെ 2 കള്ളികളിലായിട്ട് വെച്ചു. അപ്പോ ഒരു ഭാഗം താഴ്ന്നിരിക്കുകയും ഒരു ഭാഗം ഉയർന്നിരിക്കുകയും ചെയ്തു. അപ്പൊ തന്നെ അയാൾ പറഞ്ഞു, ഇവിടെ നിന്ന് മോഷണം പോയിരിക്കുന്നത് ഒറിജിനൽ ഇന്ദ്രനീല കല്ലാണ് എന്ന് പറഞ്ഞു. ഈ ഭാരം കുറഞ്ഞ മേളിലേക്ക് ഉയർന്ന തട്ടിൽ നിന്ന് അദ്ദേഹം വീണ്ടും ആ രത്നക്കല്ലുകൾ എടുക്കുകയും അതിനെ ഓരോ കല്ല് വീതം ഈ ത്രാസുകളിൽ വെക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ത്രാസ് താഴുകയും മറ്റേ ത്രാസ് ഉയരുകയും ചെയ്തു. ആ ഭാരം കുറഞ്ഞ ആ ത്രാസിലിരുന്ന തട്ടിലിരിക്കുന്ന ആ കല്ലെടുത്ത് മുതലാളിക്ക് കൊടുത്തിട്ട് അയാൾ പറഞ്ഞു, ഇതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഇന്ദ്രനീല കല്ല് എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് അയാൾക്ക് ജോലി കിട്ടിയത്. ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഭാരം കുറഞ്ഞതായിരുന്നു ഇന്ദ്രനീല കല്ല്. അതിന്റെ അളവ് മനസ്സിലാക്കാനാണ് അദ്ദേഹം 4 കല്ലുകൾ ആദ്യം 2 തട്ടിലായി വെച്ച് പരിശോധിച്ചത്. അപ്പൊ ഭാരം കുറഞ്ഞ കല്ല് കണ്ടെത്തി. പിന്നെ 2 തട്ടിൽ നിന്ന് ആ ഏറ്റവും ഭാരം കുറഞ്ഞ കല്ലിനെ കണ്ടെത്തിയാണ് അദ്ദേഹം ഡ്യൂപ്ലിക്കേറ്റിനെ തിരിച്ചറിഞ്ഞത്.